അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ തുർക്കിഷ് ചിക്കൻ. എന്താ വെച്ചു? അപ്പോൾ കേട്ടല്ലോ, തുർക്കിഷ് ചിക്കനാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. യൂട്യൂബ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോളിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടൊരു ഒരു 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 റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ യൂഷ്വലി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു രുചിയേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഒരു എന്താ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ, വെറുതെ കഴിക്കാൻ പറ്റിയ ഒരു പിസ്സ പോലത്തെ ഒരു ഡിഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബ്രെഡിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണെന്ന് പറയുന്നു. പക്ഷേ ഞാനും മക്കളും വെറുതെയാണ് കഴിച്ചത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ക്ലിയർലി ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണം. കാരണം വിത്ത് ബോൺ എടുക്കുമ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് വിത്ത് ബോണാണ് എടുത്തത്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന ചിക്കനാണ് ഞാൻ പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായിരുന്നാലും ബോൺലെസ് വേണം എടുക്കാൻ. കാരണം അല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ഒരു ഈ എല്ലൊക്കെ കീറി കുത്തി ഉള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ. പിന്നെ നമുക്കിതിനകത്ത് കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വേണം. എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സോ റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് തൈരാണ്. കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി, ഒണിയൻ പൗഡറാണ് വേണ്ടത്. ഒണിയൻ പൗഡർ അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കണമല്ലോ, അതുകൊണ്ട് ഒണിയൻ പൗഡർ മേടിക്കുക, അതെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ അളവൊക്കെ കൊടുത്തേക്കാം. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സോൾട്ട്, പിന്നെ ഒറിഗാനോ മസ്റ്റായിട്ടും വേണ്ടൊരു സാധനമാണ് ഇതിൽ. പിന്നെ നമുക്ക് ഗാർലിക് പേസ്റ്റാണ് ഞാൻ എടുത്തത്. നമുക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ്. എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നതുകൊണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗാർലിക് നല്ല രീതിയിൽ അരച്ചെടുത്താൽ മതി. എല്ലാം കൂടെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ആഡ് ചെയ്യുക, കോട്ട് ചെയ്യുക. ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ മാറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സോസ് പാൻ എടുക്കുക. അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓഫ് മൈദ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ പേസ്റ്റാക്കി കുഴമ്പ് പോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ 1.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ആൻഡ് ഇച്ചിരി ഉപ്പ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ, നമ്മൾ പാൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സോസ് തിക്കായി വരും. കാരണം മൈദയാണല്ലോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തിക്കായി വരും. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതിനപ്പുറം നമ്മൾ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ അത് തീരെ അങ്ങ് ഇറുകിപ്പോവും. അപ്പോൾ അത് ചെയ്യരുത്. ഓഫ് ചെയ്ത് അതങ്ങ് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേറൊരു പാൻ എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ അഗെയിൻ നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഒറിഗാനോ നമ്മൾ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒറിഗാനോ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഒറിഗാനോ മസ്റ്റായിട്ട് വേണം. കുക്ക് ചെയ്ത് ഇപ്പുറത്ത് സൈഡ് നമ്മൾ ചിക്കൻ കുക്കായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ തുർക്കിഷ് ചിക്കൻ കാണാൻ ഒരു പിസ്സയുടെ ലുക്കൊക്കെ ആയി വരും. പിസ്സയാണെന്ന് തോന്നും, പിസ്സയുടെ ടേസ്റ്റാണെന്ന് തോന്നും. അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ ഓക്കെ, നമ്മുടെ ഈ ഗ്രേവിയൊക്കെ, ഈ സോസൊക്കെ നല്ല കുക്കായി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മേലോട്ട് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് എൻ്റെ അടുത്ത് ഈ ചീസാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് ഈ ചീസല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. അതെൻ്റെ അടുത്ത് ഇല്ലാതിരുന്നത് കൊണ്ട്, പിന്നെ എൻ്റെ ഒരു ആക്രാന്തം കാരണം ഞാൻ ഈ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. മൊസറല്ല ചീസാണ് ബെസ്റ്റായിട്ടുള്ളത്. എന്നുവെച്ചാൽ മൊസറല്ല ചീസ് ഇട്ടാൽ മാത്രമേ നമുക്ക് ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും.
പക്ഷേ ആ ഒരു ടെക്സ്ചറില്ലേ, ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അത് നമ്മളിങ്ങനെ പിzzയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ചി ആയിട്ട് വരത്തില്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് തന്നെ നമുക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചന്തം കിട്ടില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ചിലപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിട്ടുമായിരിക്കും, അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, പാളിപ്പോയി. അപ്പോൾ നമ്മുടെ തുർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടോ. ഇതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒറിഗാനോ സ്പ്രെഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയൊരു സംഗതിയാണ്, ഒരു വെറൈറ്റി ഡിഷാണ്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.